നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾക്ക് ഓർക്കാനുമുള്ള ജനകീയ വാർത്താ നേരമാണ് ഇപ്പോൾ. ജനകീയ വിഷയങ്ങൾ എന്നത്തെയും പോലെ ഇന്നുമുണ്ട് ഏറെ പറയാൻ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് തിരികൊളുത്തിയത് പുതിയ വിവാദത്തിനാണ്. പത്രികയിലെ തെറ്റ് തിരുത്താൻ ജാർഖണ്ഡിലെ BJP പിന്തുണയുള്ള സ്വതന്ത്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചതും വിവാദത്തിന് കാരണമായി. രാജ്യത്ത് വോട്ട് ചോരിക്ക് പുറമെ സീറ്റ് ചോരിയും നടക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. കാണാം ഡൽഹിയിൽ നിന്ന് അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരട്ട നയം. You people are asking that question. Everybody know that. The question only that whether there is any criminal case against her is there or not. Then what is the point of relevance of information? If there is no case at all, then what is the point of relevant of information? Nothing. കുറ്റം ചുമത്തുകയോ വിചാരണ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു കേസിന്റെ വിവരം നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. BJP പിന്തുണയുള്ള ഒരാളുടെ പത്രികയിൽ തെറ്റുതിരുത്താൻ സമയം നൽകിയതും കോൺഗ്രസുകാരനായതിന്റെ പേരിൽ പത്രിക തള്ളിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ട നീതി എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം. ക്രിമിനൽ കേസ് വിവരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മറച്ചുവച്ചു എന്ന് ചൂണ്ടിക്കാട്ടി റിട്ടേണിംഗ് ഓഫീസർ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ജാർഖണ്ഡിൽ BJP പിന്തുണയുള്ള സ്വതന്ത്രൻ പരിമൾ നത്വാനിക്ക് പത്രികയിലെ തെറ്റുതിരുത്താൻ 24 മണിക്കൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചു. മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങി. വോട്ട് ചോരിക്ക് ശേഷം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് സീറ്റ് ചോരി നടത്തുകയാണെന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുമ്പോൾ അതിൽ ഇടപെടാൻ കോടതികൾക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി മീനാക്ഷി നടരാജന്റെ ഹർജി തള്ളി. ये डॉक्यूमेंट क्योंकि पब्लिक डोमेन में है, मेरा एफिडेविट पब्लिक डोमेन में आप सबके पास ऑलरेडी होगा, इसलिए मैंने अपनी ओर से ये बात आपके समक्ष रखी ताकि ये किसी प्रकार की डिस्क्रिपेंसी ना हो कि फॉर्म में कोई कमी रह गई थी या कोई जानकारी छुपाई गई थी. कोई भी जानकारी छुपाई नहीं गई, जो कि मांगी गई. जो भी जानकारियां मांगी गई वो सारी जानकारियां फॉर्म 26 के तहत दी गई. ഹർജി തള്ളിയ കോടതി ഈ കേസിൽ നിരീക്ഷിച്ച ഒരു കാര്യം പ്രസക്തമാണ്. നാമനിർദ്ദേശ പത്രിക തള്ളിയാൽ പരിഹാരം കാണേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നായിരുന്നു കോടതി പറഞ്ഞുവച്ചത്. ഇവിടെ മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ ആ പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ല എന്നാണ് കോൺഗ്രസ് ആരോപണം. മണിക്കൂറുകളോളം നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ നേരിട്ടെത്തിയ ആശങ്കകൾ അറിയിച്ചിട്ടും കമ്മീഷൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മീനാക്ഷി നടരാജൻ ഇന്ന് കോടതിയിലും പറഞ്ഞു. നാമനിർദ്ദേശ പത്രികയിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച നിയമവ്യാഖ്യാനമാണ് ഇപ്പോൾ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. കോടതി നോട്ടീസ് ലഭിച്ച ഒരു സ്വകാര്യ പരാതി കേസും സ്ഥാനാർത്ഥി വെളിപ്പെടുത്തണമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിയമപരമായ പോരാട്ടത്തിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരായ രാഷ്ട്രീയ പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ആദ്യ സൂചനയായിരുന്നു കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് മധ്യപ്രദേശിൽ നിന്നുള്ള 60ഓളം പാർട്ടി MLA-മാർ പങ്കെടുത്തുള്ള പ്രതിഷേധവും. നിലവിൽ വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് തെരുവിലുണ്ട്. ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ തീ പകരുന്നതായിരിക്കും സീറ്റ് ചോരി എന്ന പുതിയ വിവാദം. അച്യുതൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. തോമസ് മാത്യു പറയുന്നു, ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മതവിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തു. ഇവിടെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിനൊന്നും ആർക്കും പരാതിയുമില്ല, കേസുമില്ല എന്ന കാര്യം ഇതിൽ. അതുപോലെ തന്നെ മറ്റ് നിരവധി പേർ. തോമസ് മാത്യു പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് BJP അധികാരത്തിൽ വരാൻ വഴിയൊരുക്കിയത് എന്ന്. രവികുമാർ പറയുന്നു, വെറുതെ ഒന്നും ആരുടെയും പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുമോ, അതിൻ്റേതായ കാരണങ്ങൾ കാണും എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
സൈദലവി KP പറയുന്നു കോടതിയും കൈമലർത്തിയോ എന്ന കാര്യം. അങ്ങനെ ആ നിലയിൽ നിരവധി പേർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും പൊതുജനം കഴുതയല്ല സർ, ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാം എന്ന് സുപ്രീം കോടതി ഇന്ന് മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ചില നടപടികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാണുമ്പോൾ അക്കാര്യത്തിൽ രണ്ടു നീതിയോ എന്ന് ആർക്കും സംശയം തോന്നാൻ ഇടവന്നേക്കും. അത്തരം സംശയങ്ങൾ പോലും ദൂരീകരിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം. മറ്റൊരു വാർത്തയിലേക്കാണിനി. കാപ്പ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R. സുഗതന് അയോഗ്യതയുണ്ടായാൽ BJPയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിൽ തന്നെ BJP ഭരിക്കുന്ന ഏക കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം അവർക്ക് നഷ്ടമാകും. തിരുവനന്തപുരം വാഴോട്ടുകോണം ഡിവിഷനിലെ കൗൺസിലറാണ് R. സുഗതൻ. സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് നിലവിൽ കോർപ്പറേഷൻ BJP ഭരിക്കുന്നത്. ജയിലിലുള്ള സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് UDFും LDFും രംഗത്തെത്തിയിട്ടുണ്ട്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് S. വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോർപ്പറേഷൻ ഭരണം തുലാസിലോ? തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് കോർപ്പറേഷൻ ഭരണം ലഭിക്കുന്നത്. പക്ഷേ മധുവിധു കാലത്ത് തന്നെ അസ്വാരസ്യങ്ങളുണ്ടായി. പിന്നീടത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഭരണ പ്രതിസന്ധിക്ക് കാരണം അതൊന്നുമല്ല. R. സുഗതൻ എന്ന കൗൺസിലർ അയോഗ്യനായാൽ ഭരണം വീഴുമോ എന്ന ആശങ്ക BJPക്കുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 അംഗ കൗൺസിലിൽ 50 അംഗങ്ങളാണ് BJPക്കുള്ളത്. സ്വതന്ത്രൻ്റെ പിന്തുണ ഉറപ്പാക്കി കേവല ഭൂരിപക്ഷം BJP സ്വന്തമാക്കി. കാപ്പ കേസ് പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതൻ മറ്റൊരു ആക്രമണ കേസിലകപ്പെട്ട് ഒളിവിലായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് 2 പേരെ ആക്രമിച്ചെന്നാണ് കേസ്. ഒളിവിലായ സുഗതൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയതോടെ പിടിയിലായി. വീട് വളഞ്ഞ് ആകാശത്തേക്ക് വെടിയുതിർത്താണ് സുഗതനെ പോലീസ് പിടികൂടിയത്. പോലീസ് നടപടിയെ അനുകൂലിച്ച് രമേശ് ചെന്നിത്തലയും വിമർശിച്ച് K. മുരളീധരനും രംഗത്ത് വന്നതോടെ മന്ത്രിസഭയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരുടെയും തോക്കുന്നു അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈരവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ഇവിടെ ഉണ്ട്. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി BJP തെരുവിലിറങ്ങിയിരുന്നു. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. BJP ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ്. ശക്തമായി നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും മുന്നോട്ട് പോകാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. R. സുഗതന് അയോഗ്യത വന്നാൽ കോർപ്പറേഷൻ ഭരണം തുലാസിലാവും. 3 മാസം 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് ഒരംഗം വിട്ടുനിന്നാൽ 4ാമത്തെ കൗൺസിൽ യോഗത്തോടെ അയോഗ്യനാക്കാം എന്നാണ് മുനിസിപ്പൽ ചട്ടം. ഏപ്രിൽ 27, മെയ് 12 തീയതികളിൽ നടത്തിയ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുക്കുകയോ അവധി അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല. ഈ മാസം ചേരുന്ന യോഗത്തിലും സുഗതന് പങ്കെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം ജയിലിലാണ്. അങ്ങനെ വന്നാൽ R. സുഗതൻ അയോഗ്യനാവുകയും BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്യും. അവിശ്വാസ പ്രമേയത്തിന് LDFും UDFും നീക്കങ്ങൾ നടത്തും. എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാകും കാര്യങ്ങൾ. 2012 മുതൽ തന്നെ ഇവിടെ ഗുണ്ട ആക്ടിനകത്ത് പേര് ഉള്ള ആളാണ് ഈ സുഗതൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൗൺസിൽ വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് 3ാമതൊരു കൗൺസിലിനകത്ത് കൂടി വരാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കൗൺസിലറുടെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് കൊണ്ട്, മറ്റ് നടപടികളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് കൗൺസിൽ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേയർ തയ്യാറാവുന്നില്ല. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവുമില്ല. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. LDF ആകട്ടെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. സുഗതൻ അയോഗ്യനായാൽ പിന്നെ 50-50ലാണ് കാര്യം. ആ ഒരു സ്വതന്ത്രനെ കൂടി ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ LDFും UDFും വിചാരിച്ചു കഴിഞ്ഞാൽ BJPയിൽ നിന്ന് ഭരണം പിടിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ സ്ഥായിയായ വൈരാഗ്യമൊന്നുമില്ല. എന്തും സംഭവിക്കാം. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. അതിൽ ബഷീർ പറയുന്നു കാപ്പ കേസ് പ്രതിയൊക്കെ വിജയിച്ചു വന്നു, അതും നമ്മുടെ കേരളത്തിൽ കഷ്ടം എന്ന കാര്യം. എബ്രഹാം തോമസ് പറയുന്നു ആനയ്ക്ക് മതമിളകിയാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് മതമിളകിയാൽ എന്താ ചെയ്യുക, ഒരു കൗൺസിലർ ഇങ്ങനെയായാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നു.
മോഹനൻ പിലാത്തറ പറയുന്നു, ജനപ്രതിനിധികൾ തന്നെ ഇങ്ങനെ പ്രതികളായാൽ തെറ്റുകാർ ഒന്നും അറിയാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണോ? അവരുടെ കൂടെയുള്ളവർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ്. അതുപോലെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കുന്നത്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. അതൊരു തട്ടിപ്പിൻ്റെ വാർത്തയാണ്. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണം എത്തിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് ഇന്നലെയാണ്. ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ അന്തർ സംസ്ഥാന സംഘത്തിലെ പ്രധാന കണ്ണിയായ KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാജിയാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട സ്വദേശിയായ ഷാജി സ്വാമി ഈ തട്ടിപ്പിലൊരു വേന്ദ്രനാണെന്നാണ് പോലീസ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തട്ടിപ്പിൻ്റെ പുത്തൻ വഴികൾ. എന്തും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നറിഞ്ഞാൽ മലയാളി അവിടെ ഓടിയെത്തും. മലയാളിയുടെ ഈ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ് തട്ടിപ്പുകാർ തഴച്ചു വളരുന്നത്. ഇത് KGF സ്വാമിയുടെ കഥയാണ്. കള്ളനായ KGF ഷാജി സ്വാമിയുടെ കഥ. കൊടുങ്ങല്ലൂർ മാടവന അത്താണി സ്വദേശിയുടെ പരാതിയിലാണ് സ്വർണ്ണഖനിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. KGF പോലുള്ള വലിയ സ്വർണ്ണഖനികളിൽ നിന്ന് നേരിട്ട് വൻതോതിൽ സ്വർണ്ണക്കട്ടികൾ വാങ്ങി നൽകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചത്. തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ഇത് സംബന്ധിച്ച വിവരം പരാതിക്കാരൻ കൈമാറിയതോടെയാണ് കേസിൽ അന്വേഷണം ആരംഭിക്കുന്നതും KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട പത്തനംതിട്ട സ്വദേശി ഷാജിയെ പൊക്കുന്നതും. പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂർ ഉഴവത്ത് കടവിലെ വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഷാജി പിടിയിലാകുന്നത്. പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും തട്ടിപ്പിനായി സൂക്ഷിച്ചിരുന്ന വ്യാജ സ്വർണ്ണക്കട്ടികളും നിരവധി റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും പോലീസിന് കണ്ടെടുക്കാനായി. സ്വർണ്ണഖനികളിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണക്കട്ടികൾ കുറഞ്ഞ വിലയ്ക്ക് ജ്വല്ലറികൾക്കും മറ്റും നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത്. വിശ്വാസ്യത വരാൻ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ സ്വർണ്ണക്കട്ടികൾ കാണിച്ചായിരുന്നു ഇടപാടുകൾ. ആളുകളോട് പറയുന്നത് 50 ലക്ഷം 70 ലക്ഷമൊക്കെ നിങ്ങൾ മുടക്കിയാൽ ഇരട്ടിയായിട്ട് ലാഭം കിട്ടും. ഇങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഇയാളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാൾക്ക് പല പേരുകളുണ്ട്. ഇയാളുടെ കയ്യിൽ വ്യത്യസ്ത ID കാർഡുകളുണ്ട്. മണ്ണുത്തി അഡ്രസ്സുണ്ട്, പത്തനംതിട്ട അഡ്രസ്സിൻ്റെ ID കാർഡുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ വിവിധ ജില്ലകളിലെ ഓരോ അഡ്രസ്സുള്ള ID കാർഡുകളുണ്ട്. ഇതെല്ലാം വ്യാജമാണ്. നിരവധി ജ്വല്ലറി ഉടമകളെയും സ്വർണ്ണ വ്യാപാരികളെയും ഇരയാക്കി ലക്ഷക്കണക്കിന് രൂപ ഷാജി തട്ടിയെടുത്തതായാണ് വിവരം. പണം നഷ്ടമായ പലരും പരാതി നൽകാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. 2021 തൃശൂർ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം കാണിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലും 2021 തന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 18 ലക്ഷം രൂപയും 14 പവൻ സ്വർണവും തട്ടിയെടുത്ത കേസിലും KGF സ്വാമി പ്രതിയാണ്. കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NS സലീഷ്, കൊടുങ്ങല്ലൂർ SHO PT ബിജോയ് തുടങ്ങിയവരായിരുന്നു KGF സ്വാമിയെ പിടികൂടാനുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത്. KGF സ്വാമി എന്ന ഷാജി സ്വാമി ജാമ്യത്തിലിറങ്ങും. വീണ്ടും സ്ഥിരം കലാപരിപാടി തട്ടിപ്പ് തുടരുക തന്നെ ചെയ്യും. പൊതുജനങ്ങൾ കഴുതയല്ലെന്ന് സ്വയം ബോധ്യം നമുക്കെല്ലാവർക്കും വേണം. ഇത്തരം തട്ടിപ്പുകാരെ ഒരിക്കലും തഴച്ചു വളരാൻ അനുവദിക്കരുത്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. മലബാർ വാലി പറയുന്നു, ഏറ്റവും സാക്ഷരതയുള്ള നമ്മുടെ സംസ്ഥാനത്താണ് എല്ലാ തരത്തിലുമുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം തട്ടിപ്പുകാരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വ്യക്തം. ഷാജി പൊയ്കയിൽ പറയുന്നു, ഇതുപോലെയായിരുന്നു പൈസ ഇരട്ടിപ്പിക്കൽ പരിപാടി. എത്ര പേരുടെ ലക്ഷങ്ങൾ പോയി, എന്നിട്ടും നമ്മുടെ മലയാളികൾ പഠിക്കുന്നില്ല. സുബ്രഹ്മണ്യൻ പറയുന്നു, ഈ പ്രവണത തുടർന്നാൽ കേരളത്തിൽ കൂടുതൽ ജയിലുകൾ തുറക്കാൻ ഇപ്പോഴത്തെ സർക്കാർ നിർബന്ധിതരാകും എന്ന്. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്ക് പൊതുജനം കഴുതയല്ല സാർ പോവുകയാണ്. ജലപാത നവീകരണത്തിൽ ദുരിതത്തിലായി തിരുവനന്തപുരം വർക്കലയിലെ നിരവധി കുടുംബങ്ങൾ. കനാൽ വികസിപ്പിക്കുന്നതോടെ കരയിടിയുന്നത് പതിവായി. നിരവധി വീടുകളാണ് ഇവിടെ അപകടാവസ്ഥയിലുള്ളത്. കാണാം.
തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് വർക്കല കണ്ണമ്പയിലെ ഒരു പറ്റം കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് കൂടി ശക്തി പ്രാപിക്കുകയാണ്. കാരണം കനാൽ വികസനത്തിൻ്റെ ഭാഗമായി ഈ കാണുന്ന ആലപ്പുഴ വേളി കനാൽ വികസിക്കുന്നതിനനുസരിച്ച് ചുരുങ്ങിപ്പോയത് ഈ പ്രദേശത്തെ ഒരു പറ്റം മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയാണ്. പശ്ചിമതീര കനാൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ആലപ്പുഴ വേളി ജലപാത നവീകരണം നടക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട നവീകരണ ഉദ്ഘാടനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർവഹിച്ചതിന് പിന്നാലെ ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളാണ്. ഇതിൽ തിരുവനന്തപുരം വർക്കലയിൽ കനാൽ കടന്നു പോകുന്ന പ്രദേശത്തെ കുടുംബങ്ങളാണ് നാളുകളായി ആശങ്കയോടെ കഴിഞ്ഞു വരുന്നത്. നവീകരണ പ്രവർത്തനം തുടരുന്ന ഇവിടെ ശക്തമായ മഴയെ തുടർന്ന് ജലപാതയുടെ കരകൾ വൻതോതിൽ ഇടിഞ്ഞു താഴുന്നതാണ് ഈ കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. ഞങ്ങളിവിടെ വന്ന് താമസിക്കാൻ വരുന്ന സമയത്തിന് ആറ്റിൽ കൂടെ ഇവിടെ കൂടെ കയറിയാൽ മോളിൽ പോകുന്ന അത്ര കുഴിയേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഭയങ്കര കുഴിയായി. അവർ ശരിക്കും മണ്ണെടുത്തുകൊണ്ട് പോയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്. ഇപ്പോൾ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പം ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് താമസിക്കും? രാത്രിയായിരുന്നാലും പകലായിരുന്നാലും കിടന്ന് ഉറങ്ങണോ? ഉറക്കമില്ല. സത്യത്തിൽ ഇത് ഇടിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഉറക്കമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇത് പ്രമാണമുള്ള ഒരു വസ്തുവാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ പൈലിംഗ് നടത്തിയപ്പോൾ തന്നെ സമീപത്തെ വീടുകളുടെ ഭിത്തികളിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു. പിന്നാലെ കാലവർഷം തിമിർത്ത് പെയ്തതോടെ വീടുകളുടെ അപകടാവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൈലിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഈ കുഴപ്പം അത്രയും ഉണ്ടായത്. ഈ താഴ്ച വന്നതിന് ശേഷം JCBക്ക് നല്ല ഇത് താത്തപ്പ അടി നല്ല മണലാണ്. മണലിൽ നിന്ന് കയന്ന് മൊത്തം ഇടിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ഇടിഞ്ഞ് വീണപ്പോൾ പിന്നെ നമ്മൾ ഈ കക്കൂസ് വരെ താന്ന് വീടിന് നല്ല പൊട്ടലാണ്. പിന്നെ നമ്മൾ കിടക്കണതിനെ പേടിച്ചാണ് കിടക്കണതിനെ കൊച്ചുങ്ങളെയും കൊണ്ട്. എൻ്റെ വീട്ടിനകമാണ് പൊട്ടൽ. ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കരുത്. എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് ആദ്യം പിടിച്ചാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. കനാലിനു സമീപത്തെ മണ്ണ് ശക്തമായി ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കനാലിലേക്ക് പതിച്ചിരുന്നു. അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയും പുനരധിവാസ പാക്കേജ് ആവശ്യപ്പെട്ടും തഹസിൽദാർ മുഖാന്തരം കളക്ടർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. പോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വീതിയുള്ള സ്ഥലം വരുന്നത്. ആറും സ്ഥലമായിട്ട് ഭയങ്കര വീതിയായിരുന്നു. ഇത് മണ്ണെടുത്തതിന് ശേഷം അവർ വീതി കുറഞ്ഞപ്പോൾ ഇത് കൊത്തനെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. ഇരുത്തിയപ്പോഴാണ് പോസ്റ്റ് മറിഞ്ഞത്. ഒന്നും ഇതുവരെ ഒരു രൂപ ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഞാൻ 3 തവണ പേപ്പർ കൊടുത്തു. 10 രൂപ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. ഇന്ന് വരെ ഞാൻ കയറി ഇറങ്ങാൻ ശിവേരിയിൽ ഓഫീസുണ്ട്. അവിടെ കയറി ഇറങ്ങി അവസാനം ഞാൻ ഇപ്പോൾ എങ്ങും പോകാറില്ല. നാട് വികസിക്കൽ അനിവാര്യമാണ്. പക്ഷേ വികസന ഇരകൾ ഉണ്ടാകാതിരിക്കലാണ് ശരിയായ വികസന മാതൃക. നിയമപരമായി ഈ ഭൂമിയുടെ അവകാശികളായ ഈ മനുഷ്യർക്ക് ഇക്കണ്ട പ്രതിസന്ധിയിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം വേണം. അല്ലെങ്കിൽ ന്യായമായ പുനരധിവാസം. ക്യാമറാമാൻ അരുൺ അസാറിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. വനജ PR പറയുന്നു, ഏത് പദ്ധതി കൊണ്ടുവന്നാലും ദുരിതം അനുഭവിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും, കഷ്ടമാണ് എന്ന്. ഷാജി പൊയ്കയിൽ പറയുന്നു, ഇനിയുള്ള സർക്കാർ ഇതിനുള്ള പരിഹാരം കാണുമെന്നും അവിടെയുള്ളവരുടെ പ്രതീക്ഷ അവരെ ബുദ്ധിമുട്ടിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഷാജി പൊയ്കയിൽ പറയുന്നത്. മറ്റ് നിരവധി പ്രേക്ഷകരും ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. സെയ്ദലവി പറയുന്നു, ഇപ്പോൾ വികസനം എല്ലാം ഇങ്ങനെയാണ്. സദാശിവൻ പിള്ള പറയുന്നു, ഈ സനദർ ട്രാജഡി ഇംപെൻഡിങ് ഫോർ ദ ഹാപ്ലെസ് പീപ്പിൾ ലിവിങ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി കനാൽ എന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളുടെ ആ ദുരിതാവസ്ഥ മാറുന്നതിന് അതിനുവേണ്ടി സർക്കാർ ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ അല്പം മുമ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ, തിരുവനന്തപുരം നഗരസഭയിലെ ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതുപോലെ പാലാ നഗരസഭയിലും പലതും നടക്കുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി അടിത്തട്ടിൽ പ്രവർത്തിക്കേണ്ട സംവിധാനമാണത്. എന്നാൽ
കോട്ടയത്തെ പാലാ നഗരസഭ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടെ നടക്കുന്നത് ഇതൊന്നുമല്ല. കൗൺസിലർമാർ തമ്മിലുള്ള വാക്പോരും കയ്യാങ്കളിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അന്തസ്സു തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു ഓട്ടോ സ്റ്റാൻഡിനെ ചൊല്ലിയുള്ള ഭരണപക്ഷത്തെ തർക്കമാണ് പാലാ നഗരസഭയെ ഭരണപ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാണാം, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലാ വീഴുമോ? പാലായിൽ രാഷ്ട്രീയ തർക്കങ്ങൾ പുതുമയുള്ളതല്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ തർക്കങ്ങളാണെന്ന് പറയാൻ സാധിക്കില്ല. ഏവരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തർക്കങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കൗൺസിലർമാർ തർക്കിക്കുകയും കയ്യാങ്കളിയിലേക്ക് പോകുകയും ചെയ്യുമ്പോൾ ഭരണപ്രതിസന്ധി സാധാരണക്കാരെ ബാധിക്കുകയാണ്. കൊട്ടാരമറ്റത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. 24-ാം വാർഡിലെ കൗൺസിലർ ബിജു മാത്യൂസ് കൗൺസിലിൽ പറയാതെ സ്റ്റാൻഡ് മാറ്റാൻ നിർദ്ദേശം നൽകി. ഇത് ചെയർപേഴ്സൺ എതിർത്തു. UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിഷയം വന്നപ്പോൾ വലിയ ചർച്ചയായി. ഇതിനിടയിലാണ് ചെയർപേഴ്സന്റെ പിതാവും കൗൺസിലറുമായ ബിനു പുളിക്കക്കണ്ടവുമായി ബിജു മാത്യൂസ് തർക്കത്തിലാകുന്നത്. ഇതിനിടയിൽ കയ്യാങ്കളി നടന്നുവെന്നും പറയുന്നു. പിന്നാലെ ബിജു മാത്യൂസ് പോലീസിൽ പരാതി നൽകി. മനസ്സിലാക്കാതെയാണ് MP MLA ഇനിയും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്ന പല സ്റ്റേജുകളും ഇനിയും മുമ്പോട്ട് ഉണ്ടായിക്കോളും. അത് വ്യക്തമായി ചോദിച്ചറിഞ്ഞ് അവർ പഠിച്ച് തന്നെ നമുക്ക് ഫേവറായിട്ട് നിൽക്കും. ഇനി ഒത്തിരി നാണം കെടാതെ രാജിവെച്ച് പുറത്തു പോകും. അതാ നല്ലത്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആദ്യം പോകേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനേ പിള്ളേർ വേറെ രീതി പറയുന്നതല്ല. ആദ്യമായിട്ട് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ഇവിടെ കയറിയിരിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം 2 അക്ഷരം കൂട്ടി എഴുതാനൊപ്പം പഠിച്ച് മുമ്പോട്ട് വരുന്നത് നല്ലത്. ഇതിന് പിന്നാലെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മഹസർ എഴുതാൻ നഗരസഭയിലെത്തിയ പോലീസും ബിജു മാത്യൂസും അനുമതിയില്ലാതെ ചെയർപേഴ്സന്റെ മുറിയിൽ കയറി. ഇവർ ഇറങ്ങിപ്പോയതിനു ശേഷം മേശപ്പുറത്തിരുന്ന ഫയലും വാച്ചും കാണുന്നില്ലെന്ന് ചെയർപേഴ്സൺ പരാതി പറഞ്ഞു. പിന്നാലെ ബിജു മാത്യൂസിനെതിരെ മോഷണ പരാതിയും നൽകി. ഞാൻ എൻ്റെ ഫയൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് എൻ്റെ കേസ് പോയിരിക്കുന്നത്. പക്ഷേ സെക്രട്ടറിയുടെ കേസാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോലീസും കൗൺസിലറും ആരെ അറിയിക്കാതെ, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പെർമിഷനോ സെക്രട്ടറിക്ക് ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന് ഒരു നോട്ടീസോ കൊടുക്കാണ്ട് ഇവിടെ അവരെ ഭീഷണിപ്പെടുത്തി തുറന്നു കയറുകയും വെള്ളം എടുക്കാനാന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന OAനെ വെളിയിലേക്ക് വിടുകയും അവിടെ നടക്കി അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് OA പറഞ്ഞ അനുസരിച്ച് കയ്യിൽ പോകുമ്പോൾ ഒരു ഫയലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫയൽ അത് ഇമ്പോർട്ടന്റ് ഫയലാണ്. ഇതോടെ ടീം UDF എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ UDF 2 തട്ടിലായി. കോൺഗ്രസ് കൗൺസിലർമാർ ഒരു വശത്തും സ്വതന്ത്ര കൂട്ടായ്മയും ജോസഫ് വിഭാഗവും മറുവശത്തും. വാക്കുതർക്കം തുടർന്നതോടെ ജില്ലാ നേതൃത്വം ഇരു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് കാട്ടി 5 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു UDF വിമതയും UDF നേതൃത്വത്തിന് പരാതി നൽകി. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. വെറുമൊരു ഓട്ടോ സ്റ്റാൻഡ് പ്രശ്നം മാത്രമല്ല തർക്കത്തിന് കാരണമെന്നാണ് വിവരം. ഭരണത്തിൽ കൂടിയാലോചനകളില്ലെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നത്. നിലവിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കാണ് ധാരണപ്രകാരം ചെയർപേഴ്സൺ സ്ഥാനം. വൈസ് ചെയർമാൻ സ്ഥാനം വിമതയായി വിജയിച്ച മായ രാഹുലിനും. മായയുടെ ധാരണപ്രകാരമുള്ള കാലാവധി 26-ാം തീയതി അവസാനിക്കും. ഈ സ്ഥാനത്തേക്ക് സ്വതന്ത്ര കൂട്ടായ്മയിൽ നിന്നൊരാളാണ് വരേണ്ടത്. ഇതിലുള്ള എതിർപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിന് എന്നാണ് ബിനു പുളിക്കക്കണ്ടവും പറയുന്നത്. അല്ല, ഞങ്ങൾ സ്വമേധയാ ഇപ്പം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വം ഇന്നലെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചകളായിട്ടും ഫോണിലായിട്ടും എല്ലാം ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൗൺസിലർമാർ തമ്മിലാണല്ലോ. അത് കൗൺസിലർമാരല്ല ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. തർക്കം രൂക്ഷമായതോടെ അട്ടിമറികൾ നടക്കുമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ 10 സീറ്റുള്ള കേരള കോൺഗ്രസ് എം അതിനിപ്പോൾ ശ്രമിക്കുന്നില്ല. UDFലെ പ്രശ്നം UDF തീർക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ UDFിനകത്തുള്ള ഒരു നീക്കുപോക്ക് നടത്തേണ്ടതാണ്. അവർ തീർക്കട്ടെ. അല്ല, അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലോ കാര്യങ്ങളിലേക്കൊക്കെ കൗൺസിലർമാർ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെയോ LDFന്റെയോ ആളുകളൊന്നും വന്നിട്ടുമില്ല. നിലവിൽ 26-അംഗ നഗരസഭയിൽ 14 പേരാണ് UDFിനൊപ്പമുള്ളത്. 6 കോൺഗ്രസ് കൗൺസിലർമാരും 3 ജോസഫ് വിഭാഗം കൗൺസിലർമാരും ഒരു KDP സ്വതന്ത്രനും ഒരു UDF വിമതയും ഉൾപ്പെടും. കൂടാതെ പുളിക്കക്കണ്ടത്തെ 3 കൗൺസിലർമാരും. LDFന് 12 സീറ്റുകളാണുള്ളത്. അതിൽ 10 കേരള കോൺഗ്രസ് എം ആണ്. 2 പേർ LDF സ്വതന്ത്രരുമാണ്. അതുകൊണ്ട് തന്നെ ഒരവിശ്വാസമോ തെരഞ്ഞെടുപ്പോ വന്നാൽ പാലായിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. പാലാ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത് കേരള കോൺഗ്രസ് എമ്മും UDFുമാണ്. അതിന് മാറ്റമുണ്ടായതിനു ശേഷം ഇങ്ങോട്ട് ഇതുവരെ സമാധാനത്തോടെ ആർക്കും പാലാ നഗരസഭയിൽ
ഭരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രശ്നം അധികം നീണ്ടുപോകാതെ പരിഹരിക്കുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. അത് എങ്ങനെയായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിഖിലിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.